ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് ഉത്തര കൊറിയയിൽ ഒരു രഹസ്യ സൈനിക താവളമുണ്ട്. അമേരിക്കൻ വൻകരയെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുക്കാൻ കഴിയും എന്നതാണ് ഈ സൈനിക താവളത്തിന്റെ പ്രത്യേകതയായി വിലയിരുത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആണവ ഭീഷണിയാണ് ഈ സൈനിക താവളം. അതേസമയം ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനിടെയാണ് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രഹസ്യ വ്യോമതാവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ചൈനയുടെ അതിർത്തിയിൽ നിന്നും 27 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന നോർത്ത് പ്രോങ്ക്യൻ പ്രവിശ്യയിലെ സിൻപുങ്ങിലാണ് ഈ രഹസ്യ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് എന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് വ്യക്തമാക്കുന്നു. 6 മുതൽ 9 വരെയുള്ള നൂതന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ മൊബൈൽ ലോഞ്ചറുകളും ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികരും ഈ രഹസ്യ താവളത്തിലുണ്ട്. ഇതാണ് യുഎസിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയാണ് എന്ന് വിലയിരുത്തുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഒരു ഇടുങ്ങിയ പർവ്വത താഴ്വരയിലാണ് സിൻപുങ് ഡോങ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ രഹസ്യ മിസൈൽ നിർമ്മിക്കുന്ന 20ഓളം രഹസ്യ താവളങ്ങളിൽ ഒന്നാണിത്. 2000ന്റെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച രഹസ്യ താവളം 2014ഓടെ സജീവമായി. കൊറിയൻ പീപ്പിൾസ് ആർമി മിലിറ്ററി കൺസ്ട്രക്ഷൻ ബ്യൂറോയിലെ പ്രത്യേക എഞ്ചിനീയറിംഗ് സൈനികരുണ്ട്. അവരെ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത്. ഉത്തര കൊറിയയിലെ ഏകദേശം 20ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങൾ, അവയുടെ ചെറിയ പണികൾ, മിസൈൽ സംഭരണം, വാർഹെഡ് സംഭരണ സൗകര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഈ സൈനിക സംഘത്തിനായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 5643 ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഈ സൈനിക താവളത്തിന് അമേരിക്കയിലെ JFK വിമാനത്താവളത്തിനേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് വിവരം. ഭൂഗർഭ ഷെൽട്ടറുകൾ, മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ, ഇവയ്ക്കായി രൂപകൽപ്പന ചെയ്ത സോണുകൾ എന്നിവ ഈ ബേസിൽ ഉണ്ട്. പരമ്പരാഗത മിസൈൽ സൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായ ലോഞ്ച് പാഡുകളും വലിയ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സിൻപുങ് ഡാങ് മിസൈൽ താവളത്തിലേക്കുള്ള പ്രവേശന കവാടം സസ്യജാലങ്ങളാലും വനങ്ങളാലുമാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റാരുടെയും കണ്ണിൽപ്പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തലുകൾ. യുദ്ധസമയത്ത് ലോഞ്ചറുകളും മിസൈലുകളും പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രത്യേക യൂണിറ്റുകളുമായി ബന്ധപ്പെടുത്താനും സാധിക്കും. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പ്രയാസമുള്ള വിക്ഷേപണങ്ങൾ നടത്താനും ഈ സൈനിക താവളങ്ങൾക്ക് സാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം സിൻപുങ് ഡോങ് മിസൈൽ ബേസിൽ 9ഓളം ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ ലോഞ്ചറുകളും ഉണ്ട്. ഈ മിസൈലുകൾ കിഴക്കൻ ഏഷ്യയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ആണവ ഭീഷണി ഉയർത്തുന്നതാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു യുദ്ധത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള രീതിയിൽ യുഎസും ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസം നടന്നത്. യുഎസും ദക്ഷിണ കൊറിയയും തമ്മിൽ വളരുന്ന സൈനിക ബന്ധം ചൊടിപ്പിച്ചത് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെയായിരുന്നു. ഈ വിവരം അറിഞ്ഞയുടൻ കിം ആദ്യം ആഹ്വാനം ചെയ്തത് രാജ്യത്തിന്റെ ആണവായുധ ശേഷി ദ്രുതഗതിയിൽ ഉയർത്താനാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ചോഹ്യോൻ എന്ന നാവിക യുദ്ധക്കപ്പൽ സന്ദർശിക്കുകയുണ്ടായി. അതിലെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സ്വീകരിക്കവെയാണ് കിം ഈ പരാമർശം നടത്തിയത്. എന്തായാലും ഈ രഹസ്യ വ്യോമത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അത് അമേരിക്കയ്ക്ക് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.